തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കൽ കാരണം കാണിക്കൽ നോട്ടീസിന് ഇന്ന് മറുപടി നൽകും. 1960-ലെ സർക്കാർ സർവീസ് ചട്ടം ലംഘിച്ച കാര്യത്തിലാണ് കാരണം കാണിക്കൽ നോട്ടീസ്. ഇതൊരു സ്വാഭാവിക നടപടിയെന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിശദീകരണം. അതേസമയം യൂറോളജി വിഭാഗത്തിലെ ഉപകരണം കാണാതായെന്ന കണ്ടെത്തലിൽ വകുപ്പുതല അന്വേഷണം പുരോഗമിക്കുകയാണ്. സിജോ വി ജോൺ വിവരങ്ങൾ നൽകും. സിജോ, കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി നൽകും. അതെന്തായിരിക്കുമെന്നുള്ള കാര്യമൊക്കെ ഡോക്ടർ ഹാരിസ് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. അപ്പോൾ തന്നെ ഉപകരണങ്ങൾ കാണാതായി എന്നുള്ള കണ്ടെത്തലിൽ കൂടി അന്വേഷണം പുരോഗമിക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഈ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ അച്ചടക്ക ലംഘനം നടത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു കണ്ടെത്തലിലേക്ക് എത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഡോക്ടർ ഹാരിസിനോട് ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരണം നൽകാൻ ആവശ്യപ്പെട്ടിരുന്നത്. ഇന്ന് തന്നെ ഇതിന്റെ വിശദീകരണം നൽകുമെന്നാണ് ഡോക്ടർ ഹാരിസ് അറിയിച്ചിരിക്കുന്നത്. നമ്മൾ രാവിലെ ഡോക്ടർ ഹാരിസിനെ ഫോണിലൂടെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു, പക്ഷെ അദ്ദേഹം ഫോൺ എടുക്കുന്നില്ല. വീട്ടിലും നിലവിൽ അദ്ദേഹം ഇല്ല എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും DME ഓഫീസിലേക്ക് ഇന്ന് 10 മണിയോടുകൂടി എത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ കൃത്യമായൊരു മറുപടി അദ്ദേഹം നൽകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. അക്കാര്യം അദ്ദേഹം നേരത്തെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ തുറന്നു പറച്ചിലിന് ഇടയാക്കിയ സംഭവങ്ങൾ, ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു തുറന്നു പറച്ചിലിലേക്ക് പോയത് എന്നുള്ള കാര്യം അദ്ദേഹം അറിയിക്കുകയും ചെയ്യും. നിരവധി തവണ ഇതുമായി ബന്ധപ്പെട്ട അധികാരികളോട് ഈ ഉപകരണങ്ങളില്ല എന്നുള്ളൊരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടികൾ ഉണ്ടായില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു തുറന്നു പറച്ചിലേക്ക് വന്നതെന്നുള്ള കാര്യമായിരിക്കും അദ്ദേഹം വെളിപ്പെടുത്തൽ നടത്തുകയും ചെയ്യുക. മറ്റൊരു കാര്യം ഇതുമായി ബന്ധപ്പെട്ടുള്ളത് ഈ ഉപകരണങ്ങൾ കാണാതായതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇവിടെ ഈ യൂറോളജി വിഭാഗത്തിലെ ഒരു ഉപകരണം കാണാതായിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് ഈ സമിതി കണ്ടെത്തിയിരുന്നത്. പക്ഷേ അത്തരത്തിലൊരു ഉപകരണം കാണാതായതല്ല, മറിച്ച് ഇത് ഉപയോഗിക്കുന്നതിന് പ്രാവീണ്യമില്ലാത്തതിനാൽ അത് മാറ്റിവെച്ചതാണെന്നുള്ള ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ ഹിയറിംഗ് ഉണ്ട്, ആ ഹിയറിംഗിൽ ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്യുമെന്നാണ് അറിയുന്നത്. എന്തായാലും സർക്കാർ ഇനി എന്ത് തുടർ നടപടി ഇക്കാര്യത്തിൽ സ്വീകരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും സർവീസ് ചട്ടലംഘനമാണ് സംഭവിച്ചിരിക്കുന്നത്. അതിലൊരു സ്വാഭാവിക നടപടി എന്ന നിലയിൽ ഒരു വിശദീകരണം തേടുകയാണ് ചെയ്തത് എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് അധികൃതരും മന്ത്രിയും ഒക്കെ വ്യക്തമാക്കിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ആ വിശദീകരണത്തിൽ തൃപ്തി ആയി എന്ന് ബോധ്യമായാൽ മറ്റു നടപടികളിലേക്ക് സർക്കാർ കടക്കില്ല. കടുത്ത നടപടികളിലേക്ക് പോകില്ല എന്നുള്ളതാണ് നമുക്കും ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഒരു താക്കീത് എന്ന നിലയിൽ മാത്രം ഒതുങ്ങാൻ തന്നെയാണ് സാധ്യത. എന്തായാലും ഇനി നടപടികൾ സ്വീകരിക്കേണ്ട ആരോഗ്യവകുപ്പ് തന്നെയാണ്. കാരണം ഇത്തരത്തിലൊരു തുറന്ന പറച്ചിലേക്ക് ഡോക്ടർ പോയ സാഹചര്യത്തിൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കാനും ആവശ്യത്തിന് ഈ ക്രമീകരണങ്ങൾ ആശുപത്രിയിൽ കൊണ്ടുവരാനുള്ള നടപടികളിലേക്ക് സർക്കാർ പോകുമെന്നാണ് ഏവരും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. എന്താണ്, ഇതൊരു സ്വാഭാവിക നടപടിക്രമം മാത്രമാണെന്നാണ് സർക്കാർ പറയുന്നത്. അപ്പോൾ ഈ ഒരു കാരണം കാണിക്കൽ നോട്ടീസിന് ശേഷം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിൽ ഡോക്ടർ ഹാരിസിനെതിരെ നടപടി ഉണ്ടാവുകയാണെങ്കിൽ അത് ഒരു തരത്തിൽ സർക്കാരിനെ തന്നെ പ്രതികൂലമായി ബാധിക്കുന്നതായിരിക്കും. അത്തരം നടപടി ഉണ്ടാകുമോ എന്നുള്ള കാര്യമാണ് ഇനി കണ്ടറിയേണ്ടതൊപ്പം ഉപകരണങ്ങൾ നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട അന്വേഷണവും പുരോഗമിക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് സിജോ വി ജോൺ നൽകി.